എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 29 അതായത് നമ്മുടെ ഹൈന്ദവ മതത്തിലും ജൈന മതത്തിലും ബുദ്ധമതത്തിലൊക്കെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ദിവസമാണ് ഇന്ന് ഗുരുപൂർണിമ. ഈ കർക്കിടക മാസത്തിലെ പൗർണമിയുടെ അന്നാണ് സാധാരണ ഗുരുപൂർണിമ ആചരിക്കാറ്. വ്യാസമുനിയുടെ ജന്മദിനാണ് ഈ ഗുരുപൂർണിമ. ആദിയോഗിയായിട്ടുള്ള പരമശിവൻ സപ്തർഷികൾക്ക് യോഗാശാസ്ത്രം പറഞ്ഞു കൊടുത്തതും ഈ ദിവസമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ജൈനമതപ്രകാരം ഭഗവാൻ മഹാവീരൻ തൻ്റെ ആദ്യ ശിഷ്യനെ ഏറ്റെടുത്തതും ഈ പറഞ്ഞ ഗുരുപൂർണിമയുടെ അന്നാണെന്ന് പറയണേ. ഗൗതമ ബുദ്ധൻ തൻ്റെ ബോധോദയത്തിന് ശേഷം തൻ്റെ ആദ്യത്തെ 5 ശിഷ്യന്മാർക്ക് സാരനാഥിൽ വെച്ച് ആദ്യമായി ധർമ്മോപദേശം കൊടുത്ത ദിവസവും ഈ ഗുരുപൂർണിമയാണ് എന്ന് പറയുന്നത്. ബുദ്ധമതത്തിനും ഈ ദിവസം വലിയ പ്രത്യേകതയാണ്. അജ്ഞാനം എന്ന അന്ധകാരത്തിൽ നിന്നും ജ്ഞാനമെന്ന വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയ നമ്മുടെ ഗുരുക്കന്മാരെ സ്മരിക്കാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് ശരിക്കും ഈ ഗുരുപൂർണിമ എന്ന് പറയുന്നത്. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാരവും, രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അകറ്റുന്നവൻ എന്നാ പറയുന്നത്. അപ്പം അന്ധകാരത്തെ അകറ്റി വെളിച്ചം പകർന്ന ആള് എന്ന നിലയിലാണ് നമ്മൾ ഗുരു എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ പൗർണമി നാളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രന് ഏറ്റവും കൂടുതൽ ബലമുള്ള ഒരു ദിവസമാണ് ഈ പൗർണമി. ഈ ചന്ദ്രൻ്റെ ഗ്രാവിറ്റിയാണ് ശരിക്കും നമ്മളുടെ കടലിൽ വേലിയേറ്റം, വേലിയിറക്കം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ 60-70% വെള്ളമായതുകൊണ്ട് ഈ ചന്ദ്രൻ്റെ മാറ്റങ്ങളും നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് എനർജി ഫ്ലോ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ സ്വാധീനത്തിൽ നമ്മളുടെ ഇമോഷൻ ഇൻറ്റൻസിറ്റിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആത്മീയ സാധനയ്ക്കും യോഗ വിഷയങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ദിവസം, ഏറ്റവും നല്ല തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം കൂടിയാണ് ശരിക്കും ഈ ഗുരുപൂർണിമ എന്ന് പറയുന്നത്. ഈ സമയത്തിൽ എൻ്റെ ആദ്യ ഗുരുവായ എൻ്റെ അച്ഛനെയും അമ്മേനെയും ഞാൻ ഈ നിമിഷത്തിൽ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ വിദ്യാഭ്യാസ രംഗത്ത് പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരെയും സാറുമാരെയും ഒക്കെ ഞാൻ സ്മരിക്കുന്നുണ്ട്. അതുകൂടാതെ ജ്യോതിഷത്തിലെ ഗുരുനാഥന്മാരെയെല്ലാം ഞാൻ സ്മരിക്കുന്നുണ്ട്. എന്നിരുന്നാലും വിഷ്ണുമായ എന്ന് പറഞ്ഞ ദേവൻ്റെ അടുത്തേക്ക് എന്നെ കൈപ്പിടിച്ച് കയറ്റിയതോ അല്ലെങ്കിൽ ആ ദേവനെ എൻ്റെ ഉള്ളിൽ ആ ദേവനെ തൊട്ടുണർത്തിയിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മാവനാണ്, അമ്മയുടെ ആങ്ങളെയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ ഗുരുനാഥനും എൻ്റെ മെൻറ്ററും എൻ്റെ റോൾ മോഡലും എൻ്റെ അമ്മാവനും എല്ലാം ഒരാൾ തന്നെയാണ് എൻ്റെ മാമ, ഉണ്ണൂട്ട് മാമ. ഗുരുനാഥനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ളൊരു കൺസെപ്റ്റ്, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള വിഷയം, എൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആരാധന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തെ കണ്ടിട്ടാണ് ഞാൻ ഈ പൂജാതി കർമ്മങ്ങളിലും ജ്യോതിഷത്തിലേക്കൊക്കെ ഇറങ്ങിയത്. അദ്ദേഹത്തെ പോലെ ആവണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ട് മുതലേ. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എങ്ങനെയാണോ വിഷ്ണുമായുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നത്, അതേപോലെ തന്നെയാണ് എൻ്റെ മാമയുടെ കൂടെ, എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ എനിക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റിവിറ്റി ഈ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വിഷ്ണുമായ എന്ന് പറയുന്ന ദേവനെ പരിചയപ്പെടുത്തി തന്നതിൽ അല്ലെങ്കിൽ അറിയിച്ചു തന്നതിൽ എന്താ അതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഗുരുനാഥനോട് ഒരുപാട് നന്ദിയുണ്ട്.